നമസ്കാരം. കൊറിയൻ ഉപദ്വീപിനെ യുദ്ധഭീതിയുടെ മുനയിൽ നിർത്തിക്കൊണ്ട് ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും വഷളായ ഘട്ടത്തിലൂടെ കടന്നുപോകുന്നതിനിടെ ഉത്തര കൊറിയ നടത്തിയ മിസൈൽ പരീക്ഷണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ ഉത്തര കൊറിയയിലെ തന്ത്രപ്രധാനമായ സിൻപോ തീരത്തു നിന്നാണ് അതീവ പ്രഹരശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചത്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ തന്റെ മകൾ കിം ജു എയ്ക്കൊപ്പം നേരിട്ടെത്തിയാണ് ഈ സൈനിക നീക്കത്തിന് മേൽനോട്ടം വഹിച്ചതെന്നത് വരാനിരിക്കുന്ന കടുത്ത സൈനിക നീക്കങ്ങളുടെ സൂചനയായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഉപരിതലത്തിൽ നിന്നും തൊടുക്കാവുന്ന ഹാസ്വോങ്ബോ 11 RA എന്ന അത്യാധുനിക മിസൈലുകളാണ് ഈ പരീക്ഷണത്തിനായി ഉപയോഗിച്ചത്. ഒരേസമയം വിക്ഷേപിച്ച 5 മിസൈലുകളിലും ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ചിതറിത്തെറിക്കുന്ന നൂറുകണക്കിന് ചെറുകുരലുകൾ അടങ്ങിയ ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ചിരുന്നു. വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും 136 കിലോമീറ്റർ അകലെയുള്ള ഈസ്റ്റ് സീയിലെ ഒരു ദ്വീപിനെ ലക്ഷ്യമാക്കി നടത്തിയ ഈ പരീക്ഷണം പൂർണ്ണ വിജയമായിരുന്നുവെന്നും നിശ്ചിത മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്താൻ മിസൈലുകൾക്ക് സാധിച്ചുവെന്നും ഉത്തര കൊറിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA അവകാശപ്പെട്ടു. സാധാരണ മിസൈലുകളെ അപേക്ഷിച്ച് ഒരു വലിയ പ്രദേശം മുഴുവൻ തകർക്കാൻ ശേഷിയുള്ള ഇത്തരം ആയുധങ്ങൾ പരീക്ഷിക്കുന്നത് ദക്ഷിണ കൊറിയൻ സൈന്യത്തിന്റെ പ്രതിരോധ നിരയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഉത്തര കൊറിയയുടെ മിസൈൽ സാങ്കേതിക വിദ്യയിലെ ഈ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടത്തിന് പിന്നിൽ റഷ്യയുടെ ശക്തമായ പിന്തുണയുണ്ടെന്നാണ് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ ഏജൻസികളും പ്രതിരോധ നിരീക്ഷകരും വിശ്വസിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ആവശ്യമായ ആയുധങ്ങളും വെടിക്കോപ്പുകളും നൽകുന്നതിന് പകരമായി സൈനിക സാങ്കേതിക വിദ്യയും ബഹിരാകാശ വിജ്ഞാനവും കിം ജോങ് ഉന്നിന് ലഭിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണിത്. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും സംയുക്ത പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ള വിധത്തിൽ നാവികസേനയെയും മിസൈൽ വിഭാഗത്തെ നവീകരിക്കാൻ റഷ്യൻ സഹായം ഉത്തര കൊറിയയെ സഹായിക്കുന്നുണ്ട്. ഉത്തര കൊറിയയുടെ ഈ നടപടി കടുത്ത പ്രകോപനമാണെന്ന് വിശേഷിപ്പിച്ച ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് ഉടൻ തന്നെ അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചു ചേർക്കുകയും സേനാ വിഭാഗങ്ങളോട് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. മേഖലയിൽ അമേരിക്കയുമായി ചേർന്ന് തങ്ങൾ ശക്തമായ പ്രതിരോധ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു ചെറിയ പ്രകൃതിവിരുദ്ധ നീക്കത്തിനും കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ദക്ഷിണ കൊറിയൻ സൈന്യം ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാധാന ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച സാഹചര്യത്തിൽ ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഉത്തര കൊറിയയുടെ ഇത്തരം പരീക്ഷണങ്ങൾ കിഴക്കൻ ഏഷ്യൻ മേഖലയെ മറ്റൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഉത്തര കൊറിയയുടെ പുതിയ മിസൈൽ പരീക്ഷണം വെറുമൊരു ശക്തി പ്രകടനമല്ല, മറിച്ച് ദക്ഷിണ കൊറിയയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും നേരെ ഉയർത്തുന്ന വ്യക്തമായ യുദ്ധം കാഹളം തന്നെയാണ്. റഷ്യയുമായുള്ള സൈനിക കൂട്ടുകെട്ട് ഉത്തര കൊറിയയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നത് മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കുന്നുണ്ട്. നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അത്യാധുനിക ക്ലസ്റ്റർ ബോംബുകൾ പരീക്ഷിച്ച കിം ജോങ് ഉന്നിന്റെ നടപടി കൊറിയൻ ഉപദ്വീപിനെ ഒരു വൻ സ്ഫോടനത്തിന്റെ വക്കിൽ എത്തിച്ചിരുന്നു. ലോകശക്തികളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കിഴക്കനേഷ്യയിൽ നിന്ന് ഉയരുന്ന യുദ്ധഭീതി ആഗോള സമാധാനത്തിന് തന്നെ ഭീഷണിയായി മാറിയേക്കാം.